ഏഷ്യാ കപ്പിൽ പാകിസ്ഥാൻ മുൻനിരയെ തകർത്ത് ഇന്ത്യ 49 റൺസ് നേടുന്നതിനിടെ പാകിസ്ഥാന് 4 വിക്കറ്റുകളാണ് നഷ്ടമായത്. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് ജയിക്കുന്ന ടീം സൂപ്പർ 4-ൽ ഇടം നേടും. എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും വിടാതെ വരിഞ്ഞു മുറുക്കുന്ന ഇന്ത്യയുടെ കാഴ്ച. ദുബായിൽ നിന്ന് ആദ്യം തന്നെ മുൻനിര ബാറ്റ്സ്മാൻമാരൊക്കെ നഷ്ടപ്പെട്ട പാകിസ്ഥാന് ഇനി മുന്നോട്ട് 5 വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുന്നു. എൽദോ കൈവിടുന്നു പാകിസ്ഥാന് ഈ മത്സരം പൂർണ്ണമായും എന്നുള്ള സൂചനകൾ തന്നെയോ? അപർണ, ഉറപ്പായിട്ടും മത്സരത്തിന്റെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തത് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പൊ അവർ സൂചിപ്പിച്ച പോലെ 5ാമത്തെ വിക്കറ്റ് പാകിസ്ഥാന് നഷ്ടമായത്. ഏറ്റവും ഒടുവിൽ നഷ്ടമായത് ഹസൻ നവാസിന്റെ വിക്കറ്റാണ്. 5 റൺസ് എടുത്ത ഹസൻ നവാസിനെ കുൽദീപ് യാദവാണ് പുറത്താക്കിയത്. അതായത് പാകിസ്ഥാന്റെ മുൻനിരയ്ക്ക് വേണ്ടതുപോലെ ബാറ്റിംഗ് ഓർഡറിൽ മികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓപ്പണർ ഷൈബ്സാദ ഫർഹാൻ ഇപ്പോഴും ക്രീസിലുണ്ട്. 32 റൺസുമായി 36 പന്തിലാണ് ഫർഹാൻ 32 റൺസ് എടുത്തത്. മറ്റ് ബാറ്റർമാർക്ക് ഫഖർ സമാൻ 17 റൺസുമായി പുറത്തായി. ഇതല്ലാതെ മറ്റൊരു താരത്തിനും ഇരട്ട അക്കത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്ക് വേണ്ടി അക്സർ പട്ടേൽ 2 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. കുൽദീപ് യാദവ് 1 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയുമാണ് മറ്റ് വിക്കറ്റ് നേട്ടക്കാർ. ദുബായിൽ നടക്കുന്ന ഈ മത്സരത്തിൽ ആ പിച്ചിന്റെ സാഹചര്യം എന്തെന്നാൽ അല്പം പുല്ലുണ്ട്, പക്ഷേ വളരെ ഡ്രൈ ആയിട്ടൊരു സർഫസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മാത്രമല്ല മത്സരം പുരോഗമിക്കും തോറും കൂടുതൽ ബാറ്റിംഗിന് അനുകൂലമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താൽ ഇന്ത്യക്ക് പാകിസ്ഥാന് മേൽ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇതിനോടകം 5 വിക്കറ്റ് നഷ്ടത്തിൽ പാകിസ്ഥാൻ 64 റൺസ് എടുത്ത് നിൽക്കെ 13ാമത്തെ ഓവറാണിത്. അതായത് 13ാമത്തെ ഓവറിൽ 64 റൺസിന് 5 വിക്കറ്റ് എന്ന് പറയുമ്പോൾ പരമാവധി പാകിസ്ഥാൻ ഇനി 10 റൺസ് റേറ്റിൽ സ്കോർ ചെയ്താലും ഒരു 130, 140 അല്ലെങ്കിൽ പരമാവധി 150 മുകളിലേക്ക് ഈ സ്കോർ കാർഡ് പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. 5 മുൻനിര ബാറ്റർമാർ പോയ സ്ഥിതിക്ക് പാകിസ്ഥാൻ ആ തരത്തിലേക്ക് എത്തുക എന്നത് പോലും അത്ഭുതമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാണ് സാധ്യത കൂടുതൽ. 2020 ആണ്, പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പ്രവചിക്കാൻ കഴിയില്ല. അപ്രവചനീയമായിട്ടുള്ള സാഹചര്യങ്ങളാണ് 2020 നമുക്കറിയാവുന്ന പോലെ. അപ്പോൾ എന്നാലും ഇന്ത്യയുടെ ബാറ്റർമാർ ഫോമിലാണ് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാന കാര്യം. ഇന്ത്യയുടെ ബാറ്റർമാർ, അത് പ്രത്യേകിച്ചും ഓപ്പണർമാർ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ല്, പിന്നാലെ സൂര്യകുമാർ യാദവ് എത്തുന്നു. തിലക് വർമ്മ ഉജ്ജ്വല ഫോമിനാണ്. സഞ്ജു വി സാംസണാണ് 5ാം സ്ഥാനത്തെത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് പോകുന്ന ഒരു വിജയലക്ഷ്യം പടുത്തുയർത്താൻ പാകിസ്ഥാന്റെ ഈ സംഘത്തിന് കഴിയുമെന്ന് കരുതുക പ്രയാസമാണ്. എന്താണ് ടോസിന്റെ ആനുകൂല്യം പാകിസ്ഥാന് ഉണ്ടായിരുന്നു, പക്ഷേ ആ ആനുകൂല്യം മുതലെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. മത്സരത്തിന്റെ ഏതാണ്ട് ഔദ്യോഗികമായിട്ടുള്ള ആദ്യ പന്തിൽ തന്നെ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇത് 6ാമത്തെ വിക്കറ്റും പാകിസ്ഥാന് നഷ്ടമായിരിക്കുന്നു. 64 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ വീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പാകിസ്ഥാന്റെ ബാറ്റർമാർ പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ്. പാകിസ്ഥാന് പ്രതീക്ഷ വെക്കുക പ്രയാസകരമാണെന്ന് തോന്നുന്നു. കാരണം 13ാമത്തെ ഓവറിൽ 6 വിക്കറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള 4 വിക്കറ്റിൽ പാകിസ്ഥാൻ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് സംശയകരമായി തന്നെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. എൽദോ, സാധാരണ മത്സരത്തിനപ്പുറത്തേക്ക് ബഹിഷ്കരണാഹ്വാനത്തിനിടയിൽ നടക്കുന്ന മത്സരം, ഈ ടിക്കറ്റുകൾ പോലും ആ തരത്തിൽ വിറ്റുപോയില്ല എന്നുള്ള പല സൂചനകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന പല തരത്തിലുള്ള കമന്റുകളൊക്കെ ഉണ്ട്. അതിനിടയിൽ കൂടിയാണ് അത്യന്തം വൈകാരികം കൂടിയായിരിക്കും ഇതിന്റെ ഒരു പക്ഷേ ഈ ജയപരാജയങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. ഇത് കളി കാണാൻ എത്തുന്നവരെ കൂടി അത് സ്വാധീനിച്ചിട്ടുണ്ടോ? അതായത് ഈ മത്സരം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാവുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായി മുഖാമുഖം എത്തുന്ന ഒരു പോരാട്ടം എന്നുള്ളത് തന്നെയാണ്. ഈ അത്തരത്തിൽ ഇന്ത്യൻ ആരാധകർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതൊരു വൈകാരികമായി കാണുന്ന ഒരു മത്സരം കൂടിയാണ്. അവിടെയാണ് പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നത്. ഈ ചോരയും മത്സരവും എങ്ങനെ ഒരുമിച്ച് പോകും എന്നുള്ള തരത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ കണ്ടു. പലതരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ അത്തരത്തിൽ ഉന്നയിക്കുന്നത്. ശിവസേനയൊക്കെ ശക്തമായി ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു, ബഹിഷ്കരിക്കണം എന്നുള്ള രീതിയിൽ. മാത്രമല്ല BCCIക്ക് വേണ്ടി സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ VVIPകൾ ഒരുപാടുണ്ടാകും. BCCIയിലെ മുഴുവൻ പ്രധാനപ്പെട്ട ആളുകളും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിലെ പ്രതിനിധി എന്ന നിലയിൽ BCCIയുടെ വൈസ് പ്രസിഡന്റ് രാജേഷ് ശുക്ല മാത്രമാണ് ഇന്ന് ദുബായിലെ സ്റ്റേഡിയത്തിൽ പങ്കെടുക്കുന്നത്. ആ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇന്ത്യ കാര്യമായിട്ട് അതിനെ സംഘാടകരായിട്ട് പോലും, BCCI ആണ് ഏഷ്യൻ കപ്പിലെ സംഘാടകർ, എന്നിട്ട് പോലും ഇന്ത്യയുടെ സാന്നിധ്യം കുറവാണെന്ന് പറയാം. കാരണം അതിനുമേൽ അത്രമാത്രം സമ്മർദ്ദമുണ്ട്, അത്രമാത്രം പ്രതിഷേധമുണ്ട്. ഈ സാഹചര്യങ്ങൾക്ക് അതിന് കാരണമാണ്. ഇതേ തുടർന്നാണ് ഈ ടിക്കറ്റ് വിൽപ്പനയിൽ ഒരു മന്ദമായിട്ടുള്ള രീതിയാണ് കണ്ടത്. മാത്രമല്ല
രണ്ട് ടീമിന്റെ യുവനിരയാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ തവണ ഇന്ത്യ പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ അവിടെ വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു, രോഹിത് ശർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തലമുറ മാറ്റം ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചു. പാകിസ്ഥാൻ ടീമിലാവട്ടെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ ഒഴിവാക്കി അവരുടെ ഫോമില്ലായ്മ ഇപ്പോൾ ബാബറസത്തെ ഒഴിവാക്കിയാണ് പാകിസ്ഥാന്റെ ഈ യുവനിരയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ കമ്പാരിറ്റീവ്ലി ഒരു ഗ്ലാമർ കുറഞ്ഞ ഒരു പോരാട്ടമായി ഇതിനെ പലരും കരുതുന്നുണ്ട്, വിശേഷിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം നമ്മൾ ദുബായിലെ സ്റ്റേഡിയത്തിൽ കാണുന്നുണ്ട്. പറഞ്ഞാൽ അത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് പാകിസ്ഥാന് ഇപ്പോഴും ഷാഹിബ് സാദ ഫർഹാൻ 32 റൺസുമായി ക്രീസിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമാണ് പാകിസ്ഥാന് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുക. കുൽദീപ് യാദവും ഇന്ത്യയുടെ രണ്ട് സ്പിന്നർമാർ കുൽദീപ് യാദവും അക്സർ പട്ടേലും 2 വിക്കറ്റ് വീതം വീഴ്ത്തുകയും ചെയ്തു. റൈറ്റ്. എൽദോ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരം 6 വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുന്നു പാകിസ്ഥാന്. അത്യന്തം വൈകാരികപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്ന സമയത്തിൽ, ബഹിഷ്കരണ ആഹ്വാനം നടക്കുന്ന സമയത്ത് കൂടിയാണ് പാകിസ്ഥാന്റെ നട്ടെല്ല് തന്നെ ഒടിച്ചുള്ള ഇന്ത്യയുടെ പ്രകടനം ഏഷ്യാ കപ്പിൽ നടക്കുന്നത്.